കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുധീഷിൻ്റെ വീട്ടിലെ നിധിയുടെ അച്ഛൻ വന്നിട്ട് പോകാൻ മനസ്സില്ലാത്തതുപോലെയാണ് വീണ്ടും നിൽക്കുന്നത്. എല്ലാവരും നല്ല സ്വീകരണം നൽകുകയും ചെയ്തു. ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഇടയിലും സുധീഷിനെ ആക്ഷേപം കൊണ്ട് ഓരോ വാക്കുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ സുധീഷിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് അതൊന്നും മനസ്സിലായില്ല. എന്തായാലും എന്തോ ഒരു ഉദ്ദേശത്തിൽ വന്നതാ എന്ന് അനിയൻ്റെ അടുത്ത് സുധീഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, എനിക്കും അത് തോന്നിയതാ, എന്തോ ഒരു വല്ലാത്തൊരു സംസാരം, അതെനിക്ക് പിടിച്ചില്ല എന്നും പറയുന്നുണ്ട് നിതീഷ്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുഭാഷ് വന്ന് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ വീട്ടിലെ അത്ര സൗകര്യമൊന്നും ഈ വീട്ടിലില്ല, അതുകൊണ്ട് നിൽക്കാൻ ഞാൻ നിർബന്ധിക്കില്ല. അങ്ങനെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോൾ ഇവിടെ താമസിക്കുന്നില്ലേ, അതുമാത്രമല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എവിടെയായിരുന്നു കിടന്ന് ഉറങ്ങിയാൽ പോരെ, ഞാൻ എന്തായാലും ഇന്നിവിടെ നിൽക്കാൻ തീരുമാനിച്ചു. എന്തായാലും എനിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നും ചോദിക്കുന്നുണ്ട് സുഭാഷ്. അത് കുഴപ്പമില്ല, എന്താ എന്നെ ഇവിടുന്ന് ഓട്ടിക്കണമെന്നാണോ നിങ്ങളുടെ ഇത് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ടെന്നല്ല, ഇവിടെ അത്രയ്ക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ തീരുമാനിച്ചു, എന്തായാലും നമുക്കിവിടേക്ക് തൂത്ത് തുടച്ച് നല്ലവണ്ണം വൃത്തിയാക്കാം, ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അനിയന്മാരെല്ലാവരും കൂടെ ആ റൂമൊക്കെ വൃത്തിയാക്കി ഇടുക. അങ്ങനെ വൃത്തിയാക്കി ഇട്ടുകൊണ്ടിരുന്നിട്ട് നിധിയായിട്ട് സംസാരിക്കുകയാണ് അച്ഛൻ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ നിങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇവിടെ എങ്ങനെയാണ് നീ നിൽക്കുന്നത്? അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, അത് എന്നെ ഇവിടെ എല്ലാവരും വലിയ കാര്യമാണ്, നല്ല സ്നേഹമുള്ളവരാണ്, അതുകൊണ്ടാണ് എന്നെ ഇത്രയും നാളിവിടെ പിടിച്ചു നിർത്തിയത് തന്നെ എന്നും പറയുന്നുണ്ട്. ഇവിടെയുള്ള അച്ഛനായിരുന്നാലും ചേട്ടനായിരുന്നാലും അനിയന്മാരായിരുന്നാലും എല്ലാവരും നല്ല ആൾക്കാരാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് അച്ഛന് മനസ്സിലായില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരെയും മറന്നിട്ടാണ് നീ ഇവിടത്തേക്ക് ഓടി വന്നത്. എന്നാൽ എനിക്കിവിടെ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. എന്നാൽ നീ തിരഞ്ഞെടുത്ത നിൻ്റെ ജീവിതമാണ്, അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും പറയാനില്ല എന്ന് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ എല്ലാവരും നല്ല രീതിയിലൊക്കെ വൃത്തിയാക്കി അങ്ങനെ നല്ല ഷീറ്റൊക്കെ വിരിച്ച് ആ റൂമൊക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കിയിരിക്കുക അവരെല്ലാവരും കൂടെ, നിധിയുടെ അച്ഛന് വേണ്ടി കിടക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സുധീഷാണെങ്കിൽ അവിടെ നിന്നപ്പോഴത്തേക്കും നിധിയുടെ അച്ഛൻ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്? നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും, നിനക്കത് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നേന്ന്, നിനക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്നെനിക്ക് തോന്നുന്നുണ്ട്, കേട്ടോടാ, നീ എൻ്റെ അടുത്ത് കളിക്കാൻ ആളായിട്ടില്ല എന്നൊക്കെ നിധിയുടെ അച്ഛൻ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേ ഇനി സുധീഷിന് മനസ്സിലായി, എന്തായാലും എന്തൊരു ഉദ്ദേശത്തോട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിധിയുടെ അച്ഛനെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, എനിക്കങ്ങനെ നിങ്ങളെ ആരോ വലിയവരെന്നോ ചെറിയവരെന്നോ എനിക്കങ്ങനെയൊന്നുമില്ല, എന്തായാലും എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ മോളിപ്പോൾ ഇവിടെയല്ലേ നിൽക്കുന്നേ, എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൂടായിരുന്നോ? അതോ ഈ സാഹചര്യങ്ങളെ ഇണങ്ങിയൊന്നും ചോദിച്ചുകൂടായിരുന്നോ? എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ മോള് അവിടെ തന്നെ ഉണ്ടായിരിക്കുമായിരുന്നു, നിങ്ങൾ കാരണമാണ് അവനെ കല്യാണം ആലോചിച്ചത് കൊണ്ടല്ലേ ഇന്നിവിടെ ഇരിക്കുന്നേ. നീ എന്താ വീണ്ടും എന്നെ ദേഷ്യപ്പെടുത്തുകയാണോ? നീ കാരണമോ ഇതെല്ലാം സംഭവിച്ചത്. ഇനി മേലാൽ എനിക്ക് ഈ സംസാരം എൻ്റെ അടുത്ത് നീ സംസാരിക്കരുത്, നീ എന്നെ വെല്ലുവിളിക്കാൻ ആളായിട്ടില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞിട്ട് സുധീഷ് പോകുന്നുണ്ട്. അങ്ങനെ സുധീഷ് വീണ്ടും ആലോചിക്കുകയാണ്, എന്തായാലും ഇവിടെ വന്ന ഉദ്ദേശത്തിൽ ഇനി എന്തോ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണമല്ലോ എന്ന് സുധീഷ് ചിന്തിക്കുന്നു. അങ്ങനെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എല്ലാം സുഖ സൗകര്യങ്ങളോട് വളർന്ന നീ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു വിഷമം തോന്നിയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും നീ ഇനി എൻ്റെ വീട്ടിലോട്ട് എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് വരണം, എല്ലാവർക്കും നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്, അതിന് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ നിധി അപ്പോഴത്തേക്കും ചിന്തിക്കുന്നുണ്ട്, എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, എന്നാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
എന്ന് നിധിയും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ്റെ സ്നേഹത്തിൽ അങ്ങ് വീണ് പോയിരിക്കുക നിധി. കുറേ നാളായില്ലേ അച്ഛനെയൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ നിധിക്ക് ഭയങ്കര ഒരു സന്തോഷം കൊണ്ട് നിധിയുടെ മുഖത്ത് അച്ഛൻ വന്നല്ലോ, എല്ലാം മറന്നല്ലോ, വന്ന് നിൽക്കാൻ വന്നല്ലോ, ഫുഡ് കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. എന്തായാലും നിധിയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വരാം അച്ഛാ എന്ന് പറയുകയും ചെയ്യുന്നു. നാളെയല്ലേ, അച്ഛൻ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നിധി പോകുന്നുണ്ട്. അങ്ങനെ നിധിയും സുഭാഷും പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ വന്ന സന്തോഷം കാണാനും ഉണ്ട് നിധിയുടെ മുഖത്ത്, അത് പിന്നെ കാണാതിരിക്കുമോ എന്നൊക്കെ നിധി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുക. അങ്ങനെ കിടന്നുറങ്ങുന്നതെല്ലാം നിധിയുടെ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഹാളിൽ കിടക്കുന്നത് എല്ലാം നിധിയുടെ അച്ഛൻ